കുട്ടികൾ ഭയങ്കരാണ്. ഇപ്പത്തെ പഴയ മാറ്റ പിള്ളൊന്നും കുട്ടികളെ നടക്കൂല. 1ാം ക്ലാസ്സിലെ കുട്ടി എഴുതിയൊക്കെ തെറ്റായപ്പോഴേ ഉസ്താദ് ദേഷ്യം പൊടിച്ചിട്ട് ഭട്ടപൂജ ഇട്ടു കൊടുത്തു. അപ്പൊ കുട്ടി അറിയാം എനിക്ക് രാവിലെ ചായക്ക് കടി ഇതന്നെ ഇനിയാണ്. അപ്പൊ ഉസ്താദിന് ദേഷ്യമൊക്കെ പോയി. എന്താ മോനെ ചോദിച്ചു. രാവിലെ ചായക്കടി മുട്ടയിനി, ഇവിടെ ശരി കിട്ടിയത് മുട്ടയാണ്. ഇതാപ്പോഴത്തെ കുട്ടികളെ. ഈ കുട്ടികളെ പഠിപ്പിക്കണ നിങ്ങളെ ആ പഴയ ഈ അസുലും കുത്തലും അതൊന്നും നടപ്പില്ല മക്കളെ. കുട്ടി ചോദിക്കാണ് ഉസ്താദെ എന്താ അബു എന്ന് പറഞ്ഞാൽ. അബു എന്ന് പറഞ്ഞാൽ വാപ്പട. വാപ്പ. അപ്പൊ എത്തിയും എന്റെ അപ്പം മരിച്ചു ഉസ്താദ്. അപ്പൊ ഉസ്താദ് എന്റെ വാപ്പാക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഒരു ദ്വായത്തി നമ്മളെ ഉക്കൂരുണ്ടാവണ. മറ്റേ കുട്ടികൾ ഒരു കുട്ടി എന്റെ അപ്പ ഗൾഫിലാണ്, എന്റെ കുട്ടിക്ക് അള്ളാഹു വാപ്പ എന്റെ വാപ്പാക്ക് അള്ളാഹു പണി കൊടുക്കട്ടെ. ഒന്നിനെ ദ്വായാണ് നമ്മളെ ഒറ്റ പാർട്ടിലുണ്ടായ ഗുണങ്ങളാ ഞാനീ പറയട്ടെ. നമ്മളെ ബുക്കില് അബൂന്ന് കേട്ടപ്പോ കുട്ടി ചോദിക്കാണ് എന്താ ഉസ്താദെ അതിന്റെ അർത്ഥം. എന്റെ അർത്ഥം വാപ്പ. അപ്പൊ എന്റെ വാപ്പ മരിച്ചു ഉസ്താദ്, അള്ളാഹു എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ. എന്റെ വാപ്പ ഗൾഫിലാ ഉസ്താദ്, എന്റെ വാപ്പാക്ക് അള്ളാഹു നല്ല ജോലി കൊടുക്കട്ടെ. എന്റെ വാപ്പ ഓട്ടോറിക്ഷന്റെ ഡ്രൈവറാ, എന്റെ വാപ്പാക്ക് അള്ളാഹു ഖൈർ കൊടുക്കട്ടെ. കുട്ടിക്ക് മനസ്സിലായല്ലോ. ഇവര് ബുക്ക് ഉണ്ടാക്കിയപ്പോ ആന്റിയും ബുന്റും ആ ബുൻ അതിന്റെ അടിയിൽ ദാലിന്റെ പണ്ടാരക്കേക്കാം. എന്നിട്ട് അതബുൻ ഒന്നാമത്തെ. അത് മനഃശാസ്ത്രപരമായി പ്രായോഗികമല്ലത്. ഒരക്ഷരം പഠിപ്പിക്കാൻ 3 അക്ഷരമുള്ള പദം പറയുന്നതിന് പ്രായോഗികമല്ല. പോട്ടെ. അതബുൻ. കുട്ടി ചോദിക്കാട് എന്താ ഉസ്താദേ അതബുൻ എന്ന് പറഞ്ഞ അർത്ഥം. മര്യാദ. എന്നാ മര്യാദ പറഞ്ഞ ഉസ്താദ് അച്ചടക്കം. അച്ചടക്കം ഉണ്ടാക്കിടക്കാം. ആളെ ഇറങ്ങാതാക്കിയിട്ട് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ല ഇതിനൊരു ഗൗരവം നോക്കി. അതബൂൻ എന്താ മര്യാദ. മര്യാദ പറഞ്ഞാലോ അച്ചടക്കം. അച്ചടക്കം എന്ന് പറഞ്ഞാലോ ഉണ്ടാക്ക. നമുക്ക് ഈ കുട്ടികൾ എങ്ങനെ പറഞ്ഞാൽ നമുക്ക് കാര്യമാകും. ഇതാ